സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരം ഡേവിഡ് കാജൽ എന്ന സ്പാനിഷ് പരിശീലകൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ആദ്യത്തെ മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെ വിജയിച്ചുകൊണ്ട് തുടങ്ങാൻ ടീമിന് സാധിച്ചിരിക്കുകയാണ്. അതും എതിരില്ലാത്ത ക്ലീൻ ഷീറ്റോട് കൂടിയുള്ള 2 ഗോളിൻ്റെ വിജയമാണ് ഈ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടുള്ളത്. ശരിക്കും വളരെ വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റാണ്. കാരണം കോച്ചായിട്ട് അധികം ട്രെയിനിങ് സെഷൻസ് കിട്ടാതെ സൂപ്പർ കപ്പിൽ ഒരു നോക്കൗട്ട് സ്റ്റേജിൽ ഒരു മാച്ച് കളിക്കാൻ വരുന്നു. അവിടെ ഒരു ഗോള് പോലും തിരിച്ചു വഴങ്ങാതെ ഡിഫൻസീവ്ലി നമ്മൾ വലിയ രീതിയിൽ പരീക്ഷിക്കപ്പെടാതെ ഒരു മാച്ചിൽ വിജയിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് പറയുന്നത് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുന്ന കോച്ചിന് വളരെയധികം കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു വിശ്വാസം, ഫാൻസിനും ആ ഒരു വിശ്വാസം എന്തായാലും ആദ്യത്തെ മാച്ചിൽ നേടിയെടുക്കാൻ കറ്റാലയുടെ ആ ഒരു ഗെയിം സ്റ്റൈൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു മാച്ചിൽ വളരെ വീക്കായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വിജയിച്ചുവെങ്കിൽ പോലും ഈസ്റ്റ് ബംഗാളിൻ്റെ ഏറ്റവും മോശം ഗെയിമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു മാച്ച് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ വീക്ക്നെസ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരുപാട് ഏരിയാസ് ഓപ്പണൻ്റെ ഈ ഒരു മാച്ചിൽ നമുക്കെതിരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളത് മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. അതിലേക്കൊക്കെ വരാം. എന്തായാലും നമ്മൾ കാത്തിരുന്നത് ഏത് രീതിയിലുള്ള ഒരു ഗെയിം സ്റ്റൈൽ, ഫോർമേഷൻ, ലൈനപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അത് വന്നപ്പോൾ കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു. കാരണം നമ്മൾ 3 സെൻറ്റർ ബാക്കിനെ, ബികാഷ്, ഹോർമി, മിലോസ്, ലെഗട്ടോർ, ശരിക്കും 4 സെൻറ്റർ ബാക്കിനെ നമ്മൾ ലൈനപ്പിൽ കാണുന്നുണ്ട്. 4-4-2 ആണ് ഗ്രാഫിക്സിലെല്ലാം ബ്ലാസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പോകുന്നൊരു ഫോർമേഷനായിട്ട് കാണിച്ചത്. പക്ഷേ ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിഫറൻസ്, പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ ആണെങ്കിലും പ്ലേയേഴ്സ് കളിക്കുന്ന രീതിയാണെങ്കിലും അവർക്ക് കൊടുക്കുന്ന സാധാരണ കിട്ടുന്ന റോളുകളെ അപേക്ഷിച്ച് കുറച്ച് ഡിഫറൻസ് കറ്റാല ഈ ഒരു ഫസ്റ്റ് മാച്ച് തന്നെ പരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റാറെ പോലെ തന്നെ സ്റ്റാറായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞ കാര്യമാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാനും അല്ലെങ്കിൽ ടാക്ടിക്സിൽ തന്നെ കുറച്ച് ഡിഫറൻസ് കൊണ്ടുവരാനൊക്കെ ട്രൈ ചെയ്യുന്നൊരു കോച്ചാണെന്നുള്ളത് അത് ഫസ്റ്റ് മാച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ലൈനപ്പിലേക്കും ഫോർമേഷനിലേക്കും ഗ്രൗണ്ടിലേക്ക് വന്നപ്പോഴുള്ള അവരുടെ റോളുകളിലേക്കും വരാണെന്നുണ്ടെങ്കിൽ ഡിഫൻസീവ് ലൈൻ 4 men ആണ്. നമ്മൾ 5 പേരെ സെൻറ്റർ ബാക്കിനെ ലൈനപ്പിൽ കണ്ടെങ്കിലും നമ്മൾ മിലോസ്, ബികാഷ് ഈ 2 പേരാണ് സെൻറ്റർ ബാക്കുമാരായിട്ട് ഉപയോഗിച്ചത്. റൈറ്റ് ബാക്കായിട്ട് നമ്മൾ ഹോർമയെ കാണുന്നുണ്ട്, ലെഫ്റ്റ് ബാക്കായിട്ട് നവോച്ചയെ കാണുന്നുണ്ട്. ആൻഡ് ഒരു ഡബിൾ പിവറ്റ്, അല്ലെങ്കിൽ നമ്മൾ സെൻട്രലിൽ കാണുന്ന 2 പേര് ലെഗട്ടോറും അതുപോലെ തന്നെ ലൂണയാണ്. റൈറ്റിലാണ് ഇത്തവണ നോവയെ നമ്മൾ കണ്ടത്. സാധാരണഗതിയിൽ ലെഫ്റ്റിൽ കാണുന്ന നോവയെ റൈറ്റിലാണ് ഫസ്റ്റ് മാച്ച് പരീക്ഷിച്ചത്. അത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുമുണ്ട്. ഹേസൂസ് ഹിമെനസ് സിംഗിൾ സ്ട്രൈക്കറായിട്ടും നമ്മൾ വിബിനെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോർമേഷൻ നമ്മളൊരു ഒരു ഓഫ് ദി ബോൾ അല്ലെങ്കിൽ അറ്റാക്കിലേക്കും ബിൽഡപ്പിലേക്കൊക്കെ വരുമ്പോൾ ഒരു ആവറേജ് പോർഷനാണ്. പക്ഷേ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടാണ് പല സമയത്തും പ്ലേയേഴ്സ് കളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ബിൽഡപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പല സമയത്തും 3 പേരെ കാണുന്നുണ്ട്. അവിടെയാണ് ഒരു 3CB ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അവിടെ ശരിക്കും നമ്മൾ നവോച്ച സിംഗിന് ഒരു അഡ്വാൻസ്ഡ് റോൾ കൊടുത്തിട്ട് ഹോർമി പാമിനെ ആ ഒരു ലൈനിൽ കീപ്പ് ചെയ്ത് 3 men ഫോം ചെയ്യുന്നുണ്ട്. ബികാഷ് നടുക്ക് നിന്നിട്ട് മിലോസും അതുപോലെ തന്നെ ഹോർമിയും. പല സമയത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബിൽഡപ്പിലേക്ക് നോക്കുകയാണെങ്കിലും ഈ ഒരു പാറ്റേൺ ആണ്. ഫസ്റ്റ് ഹാഫിൽ ഹോർമി പോകും വരെയും ഈ രീതിയിലാണ് ബിൽഡപ്പ് വരുന്നത്. ആൻഡ് പല സമയത്തും ഡിഫൻസിലേക്ക് വരുമ്പോഴും ഈ 3 പേര് ഇപ്പോൾ ബിൽഡപ്പ് ചെയ്ത സിറ്റുവേഷൻ പന്ത് നഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഈ 3 പേര് ഇങ്ങനെ നിൽക്കുന്നത്. റൈറ്റിൽ ഹോർമയുണ്ട്, ലെഫ്റ്റിൽ മിലോസ് ഉണ്ട്, നടുക്ക് ബികാഷ് ഉണ്ട്. ഡിഫൻസീവിൽ അത്യാവശ്യം ആ ഒരു വിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞ പോലെ പന്ത് പാസിംഗ് കളിക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും ഐവനാണ് ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് ഹോർമയ്ക്ക് പകരം. സിമിലർ ആയിട്ട് തന്നെ ബികാഷ് നടുക്കും, ലെഫ്റ്റിൽ ആ ഒരു മിലോസും വരുന്നത്. അപ്പോഴൊക്കെ ഈ പറഞ്ഞ പാസ് കളിക്കാനും നല്ല രീതിയിൽ ഫ്ലോയിൽ കളിക്കാനൊക്കെ ഈ ഒരു 3 men ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ലെഗട്ടോർ ഈ ഒരു മാച്ചിൽ ലൂണയ്ക്കൊപ്പം സെൻട്രലി ആണ് ലെഗട്ടോറിനെ കാണുന്നത്. ആൻഡ് പല സമയത്ത് ബിൽഡപ്പ് ചെയ്യുമ്പോഴും ഒരു എക്സ്ട്രാ മാൻ, ആ ഒരു 3 men ബാക്ക് ലൈന് ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ട് പല സമയത്തും ഇറങ്ങി വരുന്നത് ലെഗട്ടോറാണ്. ആൻഡ് ഈ 4 players ഇങ്ങനെ ഒരു പോസ്റ്റിന് വരുമ്പോൾ ഇവർക്ക് അത്യാവശ്യം ബിൽഡപ്പ് സ്മൂത്ത് ആയിട്ട് പന്ത് കീപ്പ് ചെയ്യാനാണെങ്കിലും റിക്കവർ ചെയ്യുന്ന പന്ത് കീപ്പ് ചെയ്യാനാണെങ്കിലും ബിൽഡപ്പിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് കളിക്കാനൊക്കെ ആ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ആ ഒരു ഫോർമേഷൻ ഡിഫൻസീവിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ റൈറ്റിൽ ഒരു വിങ്ങർ റോളിൽ നോവ വരുമ്പോൾ ലെഫ്റ്റിൽ ആ റോഡിലേക്ക് വരുന്നത് പല സമയത്തും നവോച്ചയാണ്. അറ്റാക്കിംഗ് സൈഡിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ പന്ത് കൈവശം വെക്കുന്ന സമയത്ത് ഈ പറഞ്ഞ മിലോസ ലെഫ്റ്റ് ബാക്കിൻ്റെ പോസ്റ്റിലേക്ക് പോയിട്ട് നവോച്ച നല്ല രീതിയിൽ അഡ്വാൻസ് ചെയ്ത് ഒരു വിങ്ങർ റോളിലേക്ക് പോകുന്നുണ്ട്. അവിടെ വിപിൻ, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇനീഷ്യൽ പോസ്റ്റിൽ കണ്ട വിപിൻ കുറച്ചുകൂടെ അകത്തേക്ക് നിന്നിട്ട് ഒരു സെൻട്രലി നമ്മൾ ഈ പറഞ്ഞ ഒരു 3 men അല്ലെങ്കിൽ ഡാനിഷ് ഫാറൂഖിന് പലപ്പോഴും ഒരു ഫ്രീ റോൾ ഈ പറഞ്ഞ സ്ട്രൈക്കറിന് അഡ്വാൻസ് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ റൈറ്റിൽ കളി ഇറക്കുമ്പോൾ റൈറ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്ന, ഇറങ്ങി വരുന്ന അങ്ങനെ ഒരു ഫ്രീ റോള് ഡാനിഷ് ഫാറൂഖിന് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൂണയിലേക്ക് വരുമ്പോൾ ലൂണ കുറച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് ഉള്ള പോസ്റ്റിനാണ്. ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി നിൽക്കുമ്പോൾ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കൂടുതൽ കാണുന്ന ഒരു കാര്യം ലോങ് ബോൾസ് ആണ്. കളിയുടെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ നമുക്ക് നല്ലൊരു ചാൻസ് ഹേസൂസിലേക്ക് വരുന്നുണ്ട്. ആ ചാൻസ് ശരിക്കും ഈ പറഞ്ഞ ഒരു ലോങ് ബോളിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഇതുപോലെ ലോങ് ബോൾ കളിക്കാൻ ലൂണ എത്ര ഇറങ്ങി നിൽക്കുമ്പോൾ ലൂണയുടെ ഭാഗത്ത് വരുന്ന ലോങ് ബോൾ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ ഈ ലോങ് ബോൾ അത്യാവശ്യം വർക്കായി. കാരണം പല സമയത്തും നമ്മൾ കൃത്യമായ രീതിയിൽ റൈറ്റിൽ നോവയിലേക്ക് റീച്ച് ചെയ്യുന്നത്, അത് പല സമയത്തും ഒരു ത്രെട്ടായി മാറുന്ന, ബോക്സിനകത്തേക്ക് ഒരു പാരലൽ ബോൾ നോവ കൊടുക്കുന്ന രീതിയിൽ പല സമയത്തും മാറുന്നുണ്ടായിരുന്നു. ഈവൻ ആ ഒരു പെനാൽറ്റി വന്ന ഇൻസിഡന്റിലേക്ക് വരാണെങ്കിൽ പോലും നമ്മൾ റിക്കവർ ചെയ്തൊരു പന്ത് മിലോസ് റൈറ്റിലേക്ക് ഒരു ലോങ് ബോൾ
ബോൾ കൊടുത്ത് അവിടെ എക്സ്ട്രീംസിൽ നിൽക്കുന്ന നോവയെ കണ്ടെത്തി നോവ ബോക്സിനകത്തേക്ക് കയറി ഒരു പെനാൽറ്റി എടുക്കുന്ന രീതിയിലാണ്. സോ ലോങ് ബോൾ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം വർക്ക് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ചില ഇടങ്ങളിൽ നമ്മൾ ടൂ മച്ച് ലോങ് ബോൾ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ബാക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ട് പിന്നെ ലോങ് ബോൾ കളിക്കുക എന്ന് പറയുന്ന ആ ഒരു ഒറ്റ സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഒറ്റ ഓപ്ഷനിലേക്ക് പലപ്പോഴും പോകുന്നത് പോലെ ഫീൽ ചെയ്തു. ആൻഡ് മിഡ്ഫീൽഡ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയതുപോലെ. കാരണം വിപിനെ ഈ പറഞ്ഞ പോലെ ബിൽഡപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, നവോച്ച അഡ്വാൻസ് ചെയ്യുമ്പോൾ. പക്ഷേ വിപിന് ഈ പറഞ്ഞ പോലെ പന്ത് ക്യാരി ചെയ്ത് മുന്നോട്ടേക്ക് പോകാനോ പ്രോഗ്രസീവ് പാസുകൾ ഫ്രണ്ടിലേക്ക് കളിക്കാനോ പറ്റുന്നില്ല. ലൂണ ആണെങ്കിലും ഈ ലെഗട്ടോർ ആണെങ്കിലും ഫ്രണ്ടിലേക്കുള്ള ഗ്രൗണ്ട് പാസുകൾ അധികം കളിക്കുന്നത് കണ്ടില്ല. ഇനി കളിക്കാൻ ശ്രമിക്കുന്ന സിറ്റുവേഷനിൽ പന്ത് നഷ്ടപ്പെടുന്ന രീതിയിലാണ് കണ്ടത്. സോ അതുകൊണ്ട് തന്നെ ആദ്യ ഹാഫ് കുറച്ചുകൂടി ലോങ് ബോളുകളെ അമിതമായിട്ട് ആശ്രയിക്കുന്ന പോലെ അത് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ, റൈറ്റിൽ നോവ കൃത്യമായിട്ട് റിസീവ് ചെയ്യുന്നുണ്ട്, അതൊരു അത്യാവശ്യം നല്ല ത്രെട്ടായിട്ട് മാറുന്നുണ്ട്. പക്ഷേ പല സമയത്തും നവോച്ച അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നവോച്ചിൽ കൊടുക്കുന്ന ലോങ് ബോളുകൾ അത് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന നോവ ഡിപ്പെൻഡൻസി വീണ്ടും വരികയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരു ഡിഫറൻസ് ഉള്ളത് നോവ ലെഫ്റ്റ് കളിക്കുന്നതിന് പകരം റൈറ്റ് കളിക്കുന്നു. പക്ഷേ എല്ലാവരും ലോങ് ബോൾ കൊണ്ട് നോവയെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇതായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ആ പെനാൽറ്റിയിലൂടെ ഗോൾ കണ്ടെത്താൻ സാധിച്ചു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ലോങ് ബോളുകളുടെ കാര്യത്തിൽ കുറച്ച് കുറവ് വരുന്നുണ്ട്. ലൂണ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പോകുന്നുണ്ട്. ലൂണ നോവ ആ ഒരു കോമ്പിനേഷൻ 1-2 സമയങ്ങളിൽ നമ്മൾ ക്ലിക്ക് ആവുന്ന കണ്ടു. പിന്നെ ഗ്രൗണ്ട് ബോളുകൾ വിപിന് കുറച്ചുകൂടി പന്ത് ക്യാരി ചെയ്യാനും പന്ത് ഹോൾഡ് ചെയ്യാനും സെൻട്രലി അദ്ദേഹം കുറച്ചുകൂടി വരുന്നത് കണ്ടു. സോ അത്യാവശ്യം ചേഞ്ചസ് കൊണ്ടുവന്നു. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ കളിച്ച അതേ പാറ്റേൺ തന്നെ വീണ്ടും അമിതമായിട്ട് ലോങ് ബോളുകളെ ആശ്രയിച്ച് സെക്കൻഡ് ഹാഫിൽ കളിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അധികം അറ്റാക്കിംഗ് മൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഒരുപാട് പന്ത് ഓപ്പണന്റ് വിൻ ചെയ്യുന്ന രീതിയിലോ നമുക്ക് കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആവുന്ന രീതിയിൽ. കാരണം ഈ ലോങ് ബോൾ ഒരുപാട് കളിച്ച് കഴിഞ്ഞാൽ ഏത് കളി കാണുന്ന ആൾക്കാണെങ്കിലും ആ ലോങ് ബോൾ റീച്ച് ചെയ്തില്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം കളി കാണുമ്പോൾ ആ രീതിയിലാണ് വരുന്നത്. പക്ഷേ അത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് ആ ഒരു ബോൾ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ടച്ചസ് കൊണ്ട് ഗോളിലേക്ക് എത്താനും ഗോൾ അടിക്കാനൊക്കെ നമുക്ക് പറ്റും. പക്ഷേ അത് ഒരുപാട് കളിച്ച് കഴിഞ്ഞാൽ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടും അരോചകമായിട്ടും പ്ലേയേഴ്സും മെന്റലി ഡൗൺ ആവുന്ന രീതിയിൽ മാറും. കാരണം ബോൾ അവർക്ക് കിട്ടുന്നില്ല, ബോൾ വിൻ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ. പക്ഷേ സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ ആ ചേഞ്ച് കൊണ്ടുവരാൻ കറ്റാലക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് 2 ഗോളും വരുമ്പോൾ നോവയുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ തന്നെ വന്ന ഗോളുകളായിട്ട് പറയേണ്ടി വരും. നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചാൻസ് ഫസ്റ്റ് ഹാഫിൽ നിന്ന് ലോങ് ബോളിലൂടെ കണ്ടെത്തിയുള്ള ചാൻസസ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിൽ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ചാൻസസ് ആണെങ്കിലും അതൊന്നും നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടില്ല. ശരിക്കും നമ്മൾ ഗോൾ അടിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഗോൾ അടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും മാച്ചിൽ. പക്ഷേ 2 സിറ്റുവേഷനിൽ നോവയുടെ ബ്രില്യൻസ് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു കിടിലൻ സ്കില്ലിൽ അൻവറലി വീണ് പോകുന്നുണ്ട്. ആ ഒരു പെനാൽറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഹാഫിൽ ആ ഷോട്ട് അത് ഗോൾ കീപ്പർ കണ്ടുവെന്ന് പോലും ഡൗട്ടാണ്. അത് സിമിലർ ആയിട്ട് നമ്മുടെ റൈറ്റ് വിങ്ങിൽ നിന്ന് ഇൻസൈഡിലേക്ക് കയറിയിട്ടൊരു ഷോട്ട് നമ്മൾ നോർത്ത് ഈസ്റ്റിനെതിരെ നോവ സ്കോർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ പന്തുകൊണ്ട് പോയ മൊമെന്റ് തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് അതാണ്. ഒരു ഷോട്ട് ഇപ്പോൾ വരാനുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഷോട്ട് വന്നു, കൃത്യമായിട്ട് ഫ്രെയിമിൽ തന്നെ വന്നു. ഗോൾ കീപ്പർ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഗോളായിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഇവിടെ റൈറ്റിൽ കളിക്കുന്ന നോവയ്ക്ക് റൈറ്റിൽ നിന്ന് ഇൻസൈഡിലേക്ക് കയറി കളിക്കുന്ന നോവയ്ക്ക് കുറച്ചുകൂടി ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റിൽ കളിക്കുമ്പോൾ കുറച്ചുകൂടി പ്രെഡിക്റ്റബിൾ ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കട്ട് ഇൻസൈഡ് ചെയ്ത് ലെഫ്റ്റ് കൊണ്ട് ക്രോസ് കൊടുക്കുന്ന സമയത്ത് അത് അത്ര നന്നായിട്ട് വരാറില്ല. പക്ഷേ ഇവിടെ റൈറ്റിൽ കളിക്കുമ്പോൾ റൈറ്റിൽ നിന്ന് കൊടുക്കുന്ന പാസുകൾ റൈറ്റ് ഫുട്ട് അതിൻ്റെ സ്ട്രോങ് ഫുട്ട് ആയതുകൊണ്ട് ആ പാസുകൾ അത്യാവശ്യം കറക്റ്റ് ആയിരുന്നു. കട്ട് ബാക്ക് ആണെങ്കിലും യേസൂസിലേക്ക് തന്നെ ഫസ്റ്റ് ഹാഫിൽ 2-3 പാസുകൾ അദ്ദേഹം വെച്ച് കൊടുക്കുന്നുണ്ട്. സോ ആ റൈറ്റ് ഫുട്ട് സ്ട്രോങ് ആയതുകൊണ്ട് ഈ പറഞ്ഞ അവിടെ ഈ പറഞ്ഞ അത്യാവശ്യം നന്നായിട്ട് പന്ത് ഇൻസൈഡിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു എബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഓപ്പണന്റിനെ സർപ്രൈസ് ചെയ്തിട്ട് ഇൻസൈഡിലേക്ക് വന്ന് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഷോട്ടിൽ എടുക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടും. സോ റൈറ്റിൽ അത്യാവശ്യം നോവ ഡേഞ്ചറസ് ആയിട്ടും അതിന് വേറെ രീതിയിലുള്ള കുറച്ച് ഡേഞ്ചറസ് ആയുള്ള ഒരു വെർഷൻ ഓഫ് നോവയെ നമ്മൾ റൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. അതെന്തായാലും വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ സീസണിലൊന്നും അധികം കോച്ചുമാർക്ക് കണ്ടെത്താൻ പറ്റാത്ത ഉപയോഗിക്കാത്ത ഒരു സാധനമാണ് റൈറ്റിലെ നോവ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ തുടക്കം തന്നെ റൈറ്റിലെ നോവയെ യൂസ് ചെയ്ത് അത് കൃത്യമായ രീതിയിൽ ആ റിസൾട്ടിലേക്ക് എത്താൻ കറ്റാലക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായുള്ള കാര്യമാണ്. ആൻഡ് ഇവിടെ നമ്മൾ ഓഫ് ദ ബോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സമയത്തും നമ്മൾ ഈ ഡേവിഡ് കാറ്റലയുടെ പഴയ മാച്ചസ് കണ്ടപ്പോൾ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമാണ് ഡിഫൻസിൽ ഈ സ്ട്രൈക്കേഴ്സിൻ്റെ അപ്പുറത്ത് പുറത്ത് നിൽക്കുന്ന സ്ട്രൈക്കേഴ്സിൻ്റെ പിന്നിലായിട്ട് അപ്പുറത്ത് പുറത്ത് നിൽക്കുന്ന 2 പ്ലേയേഴ്സ് അത് 4-1-2-3 കളിക്കുന്ന സമയത്താണ് ആ 2 പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഇവിടെ അത് വിപിൻ ഡാനിഷ് ഹേസൂസിന് പിറകിലായിട്ട് 2 സൈഡിലും വിപിൻ ഡാനിഷ് വന്നിട്ട് അവർ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്ററിലൂടെ ഓപ്പണൻറ്റിനെ ബിൽഡപ്പ് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ ഒന്ന് അടച്ചു വെക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എപ്പോഴൊക്കെ ഓപ്പണൻറ്റെ ബിൽഡപ്പ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ വിപിൻ ഡാനിഷ് 2 സൈഡിലായിട്ട് വരുന്നതും ലൂണ അതുകൊണ്ട് ലെഗട്ടോർ ആ ഒരു സൈഡിൽ വരുന്നതും നവോച്ചയും അതുപോലെ തന്നെ നോവയും വിങ്ങിൽ വരുന്ന രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ കുറച്ച് ഗ്യാപ്പ് വരാനുള്ള ചാൻസസ് അല്ലെങ്കിൽ ലെഫ്റ്റിൽ നവോച്ച കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ലെഫ്റ്റിൽ ഒരു വിങ്ങറിൻ്റെ ഒരു ആബ്സൻസ് ഉണ്ട്. ലെഫ്റ്റിൽ കളിക്കേണ്ട ലെഫ്റ്റ് പൊസിഷൻ വരുന്ന വിപിനാണ് ഇൻസൈഡിലേക്ക് നിൽക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അകത്തേക്കൊരു ലെഫ്റ്റിലേക്കൊരു നല്ല സ്വിച്ച് ഓവറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെഫ്റ്റ് സൈഡ് അത്യാവശ്യം ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് കൊണ്ട് ഓപ്പണൻറ്റ് മുതലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം
കാര്യം ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് വീക്ക്നസ് ഈ ഒരു മാച്ചിൽ തുറന്ന് കാണിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വിങ്ങിൽ വരുന്ന ഇഷ്യൂസ് ആണെങ്കിലും ഈ പറഞ്ഞ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഈവൻ നമ്മൾ സെൻട്രൽ സ്പേസ് അടച്ചു വെച്ചു എന്ന് പറയുമ്പോഴും സെൻട്രലിലൂടെ 2 പ്ലേയേഴ്സിൻ്റെ നടുക്കിലൂടെയൊക്കെ ബോൾ പോയിട്ട് പന്ത് സെൻട്രൽ വെച്ച് തന്നെ പന്ത് റിസീവ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യുന്ന ഈസ്റ്റ് ബംഗാൾ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ വിങ്ങിലേക്ക് വരുമ്പോഴാണെങ്കിലും അവിടെ ഒരുപാട് സ്പേസ് ഓപ്പൺ ആണ്. പക്ഷേ ഇതൊന്നും ഈസ്റ്റ് ബംഗാൾ വലിയ കാര്യമായിട്ട് യൂസ്ഫുൾ ആക്കിയില്ല എന്ന് പറയേണ്ടി വരും. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഡിഫെൻസീവ്ലി സ്ട്രോങ് ആയിട്ടുള്ള ബികാ ഷിംനാം ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് ബികാ ഷിംനാമിൻ്റെത്. പല ഷോട്ടുകൾക്കും കൃത്യമായ വെൽ ടൈംഡ് ആ ഒരു ബ്ലോക്ക് അദ്ദേഹം വരുന്നുണ്ടായിരുന്നു ടാക്കിൾസിൻ്റെ രൂപത്തിൽ. ആൻഡ് ബികാഷിൻ്റെ അത്യാവശ്യം കോൺഫിഡൻസ് എന്തുകൊണ്ട് ഫസ്റ്റ് 11-ൽ ബികാഷിനെ കൊണ്ടുവന്നു എന്നുള്ളതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ചും ബികാഷും ഞാൻ കാഴ്ചവെച്ചിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ലെവലിലേക്ക് മിലോസും വരുന്നുണ്ട്. ലെഗട്ടോറും ഈ പറഞ്ഞ ഒരു സൈലന്റ് ഡിസ്ട്രോയർ എന്ന് പറയുന്ന രീതിയിൽ പല ബോളുകൾ റിക്കവർ ചെയ്യുന്നതും ബ്ലോക്ക് ചെയ്യുന്നതും ബോക്സിനകത്തേക്ക് വരുന്ന ബോളുകൾ ഡിഫൻഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കാണാൻ സാധിച്ചിരുന്നു. സോ 2 ഹാഫിലായിട്ട് ഓപ്പണന്റ് വലിയ രീതിയിൽ ടെസ്റ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോഴും വന്ന സിറ്റുവേഷൻസിൽ നമ്മുടെ ഡിഫൻസ് മികച്ച് നിന്നു എന്നുകൂടി പറയേണ്ടി വരും. സച്ചിനും അത്യാവശ്യം അത് കൈപ്പിടിയിൽ തന്നെ ഒതുക്കുന്നുണ്ടായിരുന്നു. സോ ഒരു ക്ലീൻ ഷീറ്റ് ഡിസർവ് എന്ന രീതിയിൽ തന്നെ ഡിഫൻസ് വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മുടെ വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ ലൂപ്പ് ഹോൾസ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ ഈസ്റ്റ് ബംഗാൾ വലിയ രീതിയിൽ യൂസ്ഫുൾ ആക്കിയിട്ടില്ല. അവർ അത് മുതലാക്കിയില്ല എന്നുകൂടി പറയേണ്ടി വരും. സോ എന്തായാലും ആദ്യത്തെ ഒരു ഒറ്റ മാച്ച് കൊണ്ട് നമുക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഒരു വലിയ ഗ്യാപ്പിനേഷൻ പ്ലേസ് കളിക്കുമ്പോൾ അതിൻ്റേതായുള്ള ഒരു പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഹേസൂസിനൊക്കെ നമ്മൾ ഈ രീതിയിൽ ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബോക്സിനകത്ത് ഒരു ചെറിയ ചാൻസ് കിട്ടിയ പോലും കൺവേർട്ട് ചെയ്യുന്ന ഹേസൂസിന് ഫ്രീ പോസ്റ്റിൽ പോലും നല്ല കണക്ഷൻ കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ മാച്ചിൽ കാണുന്നുണ്ട്. വളരെ ടയർഡായിട്ടും ഒട്ടും ഈ പറഞ്ഞ പോലെ വയ്യാത്ത രീതിയിൽ ഹേസൂസിനെ കാണാൻ സാധിച്ചു. സോ അത് ഒരു കൺസേൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ഗ്യാപ്പിന് ശേഷം കളിച്ചിട്ടുള്ള പ്രശ്നമാണ് എന്ന് നമുക്ക് വിചാരിക്കാം. അതുപോലെ തന്നെ 1-2 ഇഞ്ചുറി കൺസേൺസ് ഇപ്പോൾ ലൂണ പരിക്ക് പറ്റി പുറത്തുപോയി. ഈ വിബി 2 പേർക്ക് ഒരു മസിൽ പുൾ ടൈപ്പ് ഓഫ് ഇഞ്ചുറി വെച്ചിട്ടാണ് കയറിപ്പോയതായിട്ട് കാണുന്നത്. സോ അതൊക്കെ ഒരു കൺസേൺ ആണ്. ഇതൊക്കെ ഒരു ലോങ് ഗ്യാപ്പിനേഷൻ കളിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം. ഡിഫൻസീവിൽ ഒരു അഗ്രഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പന്ത് കിട്ടുമ്പോൾ ആ ഒരു അത്തരത്തിലൊരു മെൻറ്റാലിറ്റി ടീമിൽ നിന്ന് കാണാൻ സാധിച്ചില്ല. കുറച്ചുകൂടി ഒരു സേഫ് ആയിട്ട് കളിക്കുന്ന സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആ ഡിഫൻസീവിൽ കളിക്കുന്ന രീതിയിലാണ് കാണാൻ സാധിച്ചത്. ആക്ച്വലി പോസിറ്റീവാണ്. കാരണം നമ്മൾ സ്റ്റാറെ പറ്റി പറഞ്ഞപ്പോൾ ഫുൾ ഓൺ അറ്റാക്ക്, 1 ഗോൾ ലീഡാണെങ്കിലും 2 ഗോൾ ലീഡാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ പുറകിലേക്കാണെങ്കിലും എപ്പോഴാണെങ്കിലും എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് സ്റ്റാറെ കാണിച്ചത്. പക്ഷേ ഇവിടെ 1 ഗോൾ കിട്ടി, ഒന്ന് സേഫായി, 2ാമത്തെ ഗോൾ അടിച്ചു, കൃത്യമായ രീതിയിൽ ഡിഫെൻഡ് ചെയ്തു, മാക്സിമം പ്ലേയേഴ്സിനെ ഡിഫൻസിലേക്ക് കൊണ്ടുവന്നു. ഡിഫെൻഡ് ചെയ്യേണ്ട സമയത്ത് ഡിഫെൻഡ് ചെയ്ത് തന്നെ കളിക്കണം എന്നുള്ളത് കറ്റാല നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഗോൾ ഡിഫറൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നോക്കൗട്ട് ആയതുകൊണ്ട് തന്നെ 1 ഗോളാണെങ്കിൽ 1 ഗോൾ അടിച്ച് ജയിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഈ സൂപ്പർ കപ്പ് കോമ്പറ്റീഷനിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ കളിക്കാൻ സ്റ്റാർക്ക് ആ രീതിയിൽ തന്നെ കളിക്കാൻ കറ്റാലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇതിലും ടഫായിട്ടുള്ള മോഹൻ ബഗാനാണ്. അവർ ഏത് ടീമിനെ ഇറക്കുക, റിസർവ് ആണോ, അവർക്കിന് ഒരുപാട് ടീമുള്ളതുകൊണ്ട് ഏത് ടീമിനെ ഇറക്കും എന്നുള്ളത് ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണ്. എന്തായാലും ടാക്ടിക്കലി നമ്മുടെ വീക്ക്നസ്സുകൾ ഒരുപാട് കണ്ടെങ്കിലും അതൊന്നും ഓപ്പണൻ്റെ മുതലാക്കിയില്ല. പക്ഷേ അതൊക്കെ കോച്ച് കാണണം. കോച്ച് കൃത്യമായിട്ട് അതിനൊരു പദ്ധതി ഉണ്ടാക്കണം. അടുത്ത മാച്ചിൽ എന്തായാലും അറ്റാക്കിംഗ് വൈസ് കുറച്ചുകൂടി കൺവേർഷൻ നന്നായിട്ട് വന്നിരുന്നെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാൻസസിനനുസരിച്ച് ഗോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിലും വലിയ ഗോൾ മാർജിൽ നമുക്ക് വിജയിക്കാമായിരുന്നു. എന്തായാലും ആ ലെവലിൽ കളിക്കുന്ന രീതിയിൽ അടുത്ത മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതേ ഡിഫൻസീവ് ലൈൻ, ഇതേ ഡിഫൻസീവ് മെൻറ്റാലിറ്റി, ആ ഒരു പെർഫോമൻസ് കീപ്പ് ചെയ്ത് അറ്റാക്കിൽ ഗോൾ അടിച്ച് ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു മാച്ച് വിജയിക്കുന്ന രീതിയിൽ അടുത്ത മാച്ചിലും മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ്. ജസ്റ്റ് മാച്ച് കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ വന്നിരുന്ന് സംസാരിച്ചാണ്. കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ഡീപ്പായിട്ട് നമുക്ക് ഒന്നുകൂടി മാച്ച് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇതല്ലാതെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.